ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് മുട്ടയൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ഓവനൊന്നും വേണ്ട, നമ്മളൊരു പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കേക്കാണ്. ഇപ്പോൾ നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത്. ഇപ്പോൾ നമുക്കൊരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനു മുമ്പ് കുറേ ഇതുപോലെയുള്ള കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കണം. തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ പുളിച്ച തൈര് ചേർക്കരുത്, ചെറിയ പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ കേക്കിൽ മുട്ട ഉപയോഗിക്കുന്നില്ല, അപ്പം അതിന് പകരമായിട്ടാണ് നമ്മളിവിടെ തൈര് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം, പക്ഷേ സ്മെല്ലില്ലാത്ത ഓയിൽ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇനി ഇതൊരു ഫോർക്കോ വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ പഞ്ചസാരയും തൈരും ഓയിലും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ടൊരു ബൗളിൻ്റെ പുറത്ത് ഞാൻ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇനി നമുക്ക് അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ മാവ് വീതമിട്ട് പല പ്രാവശ്യമായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബാക്കിയുള്ള പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/3 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാല് ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് വീണ്ടും പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റിലോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിലോ ഒക്കെ വെച്ച് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി കേക്ക് ടിന്നിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ ബട്ടറോ തടവി കൊടുക്കാം. ഇനി കേക്ക് ടിന്നിലേക്ക് നമുക്ക് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലും കുറച്ച് നെയ്യ് തടവി കൊടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിന് പകരമായിട്ട് നമുക്ക് കേക്ക് ടിന്നിലേക്ക് കുറച്ച് മൈദ തൂവി കൊടുത്താലും മതി. എന്നിട്ട് കൂടുതലുള്ള മൈദ ഒന്ന് കുടഞ്ഞ് മാറ്റി കളയണം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ബാറ്റർ നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ബാറ്റർ ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് ടിന്നൊന്ന് കയ്യിലെടുത്ത് താഴേക്ക് തട്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളിതുപോലെ താഴേക്ക് തട്ടി ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കേക്ക് ബാറ്ററിലുള്ള എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്നത് ഇതുപോലുള്ളൊരു പഴയ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ടാണ്. അതിപ്പോൾ നിങ്ങൾക്ക് പഴയ പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ച് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ പാനിൽ മണലോ അതുപോലെ ഉപ്പോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇനി പാനിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കണം. സ്റ്റാൻഡ് പകരമായിട്ട് നിങ്ങൾക്ക് സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മളിങ്ങനെ സ്റ്റാൻഡ് വെക്കുന്നത് കേക്ക് ടിൻ ഡയറക്റ്റ് ആയിട്ട് പാനിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി പാൻ മൂടി ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ പാൻ നല്ലതുപോലെ ചൂടാകാൻ അനുവദിക്കണം. നന്നായിട്ട് ചൂടായി പ്രീ ഹീറ്റായിട്ട് മാത്രമേ നമ്മൾ കേക്കിന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കേക്കിന് ഇറക്കി വെച്ച് കൊടുക്കാം. കേക്കിന് വെച്ചതിന് ശേഷം പാൻ ഒന്ന് മൂടി കൊടുക്കാം. അതിന് ശേഷം സ്റ്റവ് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെക്കണം. അതിന് ശേഷം പിന്നെ സ്റ്റവ് ലോ ഫ്ലെയിമിൽ ഒരു 25 തുടങ്ങി ഒരു 30 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്യണം. അതിൻ്റെ ഇടയിലൊന്നും നമ്മൾ തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കേക്ക് ശരിയായി കിട്ടില്ല.
കേക്ക് കരിഞ്ഞൊന്നും പോകുമെന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യണത്. ഇപ്പോൾ കേക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കേക്ക് പാകത്തിന് കുക്കായോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു കത്തിയോ സ്ക്രൂവറോ വെച്ച് കേക്കിൻ്റെ നടുഭാഗത്തൊന്ന് കുത്തി നോക്കണം. കേക്ക് ഇതിലൊട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ കുത്തി നോക്കുമ്പോഴത്തേക്കും ഇതിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കേക്ക് വെന്തിട്ടില്ലെന്നാണ് അതിനർത്ഥം. അപ്പോൾ വേണമെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ മൂടി വെച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ കേക്ക് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റി വെക്കാം. കേക്ക് നല്ല സോഫ്റ്റ് കേക്കാണ്, നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇനി നമുക്ക് കേക്ക് ടിൻ പുറത്തേക്ക് എടുത്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ കേക്ക് കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് കേക്ക് തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പേപ്പറെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും കേക്ക് തിരിച്ചിടാം. ഐസിങ് ചെയ്യുന്നതിന് മുമ്പ് കേക്ക് തണുക്കാനായിട്ടൊരു 3-4 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 5-6 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിനു മുൻപായിട്ട് നമുക്ക് കേക്കിൻ്റെ മുകളിൽ കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി കേക്ക് ഇതുപോലെ 2-3 ലെയറുകളായിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലെയറായിട്ടും മുറിച്ചെടുക്കാം. അല്ല നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. കേക്കിന് ഐസിങ് ഉണ്ടാക്കാനുള്ള വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് അടിച്ചെടുക്കണം. അതിനുള്ള ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ബ്ലേഡും ബൗളും ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബ്ലേഡും ബൗളും ഒക്കെ നന്നായിട്ട് തണുത്തയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഞാൻ ഈ വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതാണ്. ഉപയോഗിക്കുന്നതിന് ഒരു 3-4 മണിക്കൂർ മുൻപ് ഫ്രീസറിൽ നിന്ന് താഴത്തെ തട്ടിലേക്ക് എടുത്ത് വെച്ചതാണിത്. വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. വിപ്പിംഗ് ക്രീമിലുള്ള ഐസൊക്കെ മെൽറ്റായി പോവുകയും എന്നാൽ വിപ്പിംഗ് ക്രീമിന് ചെറിയൊരു തണുപ്പും വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. എന്നാലും നമുക്കത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഞാനിവിടെ ഉപയോഗിച്ചിരുന്ന 500 ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ പാക്കറ്റാണ്. അതിൽ നിന്ന് പകുതി ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കേക്കാണെങ്കിൽ 500 ഗ്രാം ക്രീം കൊണ്ട് നമുക്ക് 2 കേക്കെല്ലാം ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് ക്രീം അടിച്ച് നല്ല സ്റ്റിഫാക്കി എടുക്കണം. ആദ്യം ഒരു ലോ സ്പീഡിൽ അടിക്കുക. ഇപ്പോൾ ക്രീം കുറച്ച് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്പീഡ് കൂട്ടി കൊടുക്കുക. 3 മിനിറ്റിൽ അടിച്ച് കഴിയുമ്പോൾ തന്നെ ക്രീം കുറച്ച് കട്ടിയായി തുടങ്ങും. ആ സമയത്ത് കുറച്ച് സ്പീഡ് കൂട്ടി കൊടുക്കുക. ഇപ്പോൾ ക്രീം നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മാക്സിമം സ്പീഡിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. നമ്മളിതുപോലെ അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല സ്റ്റിഫായിട്ട് ബ്ലേഡിൽ നിൽക്കണം. അതാണ് കറക്റ്റ് പാകം. നമുക്ക് ഈ ക്രീം ഈ പാത്രത്തോടെ തന്നെ ഇങ്ങനെ താഴേക്ക് കമത്തി നോക്കാം. നല്ല സ്റ്റിഫായിട്ട് അവിടെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് കേക്ക് ബോർഡൊന്നും ഉപയോഗിച്ചിട്ടില്ല. സാധാരണ ഒരു പ്ലേറ്റിൽ തന്നെ വെച്ചിട്ടാണ് ഐസിങ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് കേക്കാണിത്. ഇനി പ്ലേറ്റിൻ്റെ നടുവിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് ആദ്യത്തെ ലെയർ കേക്ക് പീസ് വെച്ച് കൊടുക്കാം. ഇനി കേക്കിൻ്റെ പുറത്തേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അതൊരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് നല്ലതുപോലെ ഇട്ട് കൊടുത്താൽ മാത്രമേ നമ്മൾ ബേക്കറിയിലേക്ക് കിട്ടുന്ന പോലെ നല്ല ജ്യൂസി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കിട്ടുകയുള്ളൂ. ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇട്ടാൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി കേക്കിൻ്റെ മുകളിലായി വിപ്പിംഗ് ക്രീം നന്നായി പുരട്ടി കൊടുക്കാം. നമുക്ക് ഐസിങ് ബാഗിൽ ക്രീം ഇട്ടിട്ടും ഇതുപോലെ ഇട്ട് ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ക്രീം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ചെറി വിതറി കൊടുക്കണം. നമ്മൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കാം.
അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിൻ്റെ മുകളിലും സൈഡിലും എല്ലാം വിപ്പിംഗ് ക്രീം പുരട്ടി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ചെറിയ കേക്ക് ആയതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കേക്ക് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് അതിന് ചുറ്റിനും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവറിൻ്റെ പുറത്തേക്ക് കുറച്ച് ചെറി കട്ട് ചെയ്തത് നമുക്ക് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ വളരെ സോഫ്റ്റും നല്ല ജ്യൂസിയും നല്ല ടേസ്റ്റിയുമായ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്